മിന ഡിസ്ട്രിക്റ്റിലെ ഫസ്റ്റത്തെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ബ്യൂട്ടിഫുൾ വാക്ക് വേ തന്നെയാണ്. കടലിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു വുഡൻ വാക്ക് വേ കൂടി നമുക്ക് കിലോമീറ്ററോളം നടക്കാം. ഇത് ത്രൂ ഔട്ട് ഉണ്ട് ഈ ഒരു സെക്ഷനിൽ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സീ സൈഡിൽ കൂടി വാക്ക് എൻജോയ് ചെയ്യുന്ന അവർക്ക് തീർച്ചയായും ഇവിടെ വരാം, അത് എൻജോയ് ചെയ്യാം. ഇവിടെ നമുക്ക് കാണാം കുറേ ടൂറിസ്റ്റ് വന്നിട്ടുണ്ട്. അവരെല്ലാവരും ഈ വാക്ക് വേ കൂടി എൻജോയ് ചെയ്യുന്നു. അതുപോലെ നമുക്ക് സൈഡിലെല്ലാം കുറേ റെസ്റ്റോറൻറ്റ്സും നമുക്ക് കാണാം. അടുത്തതായിട്ട് നമ്മൾ ഈ വാക്ക് വേക്ക് പാരലായിട്ട് ഈ സ്ട്രീറ്റ്സിൻ്റെ ഉള്ളിൽ കൂടി വേറൊരു വാക്ക് വേ ഉണ്ട്. അപ്പോൾ സീ സൈഡൊക്കെ നടന്ന് മതിയായി കഴിയുമ്പോൾ നമുക്ക് ഈ ബിൽഡിങ്സിൻ്റെ ഇടയിലുള്ള സ്ട്രീറ്റിലോട്ട് പതുക്കെ കയറാം. ആ ഒരു വ്യൂ ആണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിൽഡിങ്ങിൻ്റെ ഷേപ്സും കളറും ആണ് ഇവിടുത്തെ മെയിനായിട്ട് നമുക്ക് കണ്ണിൽ പെടുന്നത്. ഈ സ്ട്രീറ്റിൽ കൂടി നടന്നു പോകുമ്പോൾ നമുക്ക് ഏകദേശം 100-200 ബിൽഡിങ്സ് ഉണ്ട് ഇതേപോലത്തെ. അതിൽ എല്ലാ ടൈപ്സും ഷോപ്സ് ഉണ്ട്. റെസ്റ്റോറൻറ്റ്സ് ആയാലും ഈ എന്താ പറയുക സീ റിലേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ബോട്ട്സ്, ഫിഷിംഗ് റോഡ്, ആൻറ്റിക്സ്, പെർഫ്യൂം, വേണ്ട എന്ന് വെച്ചാൽ എല്ലാ സാധനങ്ങളും റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സ്ട്രീറ്റാണിത്. മെയിൻലി ഇവരൊരു ടൂറിസം അട്രാക്ഷന് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്തിരിക്കുന്നതാണ്. കാര്യം എല്ലാ ദിവസവും ഇവിടെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ക്രൂസ് ഷിപ്പിൽ. അപ്പോൾ അവർക്കൊക്കെ എൻജോയ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു വൈബ് നിറഞ്ഞ ഒരു എൻവയൺമെൻറ്റാണ് ഇവിടെ ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്ട്രീറ്റിൽ കൂടി പോകുമ്പോൾ നമ്മൾ പല സ്പോട്ടും നമുക്ക് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നും. കാര്യം ഫോട്ടോയും കാര്യങ്ങളും എടുക്കാനായിട്ട്. അങ്ങനത്തെ ഒരു നെക്സ്റ്റ് അട്രാക്ഷനാണ് ഇവിടുത്തെ സ്ട്രീറ്റ് ആർട്ട് വർക്ക്സ്. ഇത് ആക്ച്വലി വേൾഡിലെ 10-13 ബെസ്റ്റ് സ്ട്രീറ്റ് ആർട്ടിസ്റ്റ് വരെ ഇവർ ഖത്തർ ഗവൺമെൻറ് ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവന്ന് അവർ ഓരോ ആർട്ടിസ്റ്റുമാരെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ പല ബിൽഡിങ്ങിൽ കാണാം. അത് വളരെ നല്ലതാണ്. കാര്യം ചിലതൊക്കെ വളരെ അട്രാക്റ്റീവാണ്. ഇതൊരു US പേഴ്സൺ ചെയ്തിരിക്കുന്ന ഒരു സ്ട്രീറ്റ് ആർട്ട് നിങ്ങൾക്ക് കാണാം. ഇവിടെ സമയമൊക്കെ വൈകിട്ടായി തുടങ്ങി. ഒരു ബ്യൂട്ടിഫുൾ സൺസെറ്റ് നമുക്ക് ഇവിടെ കാണാം. അതുപോലെ തന്നെ ഈ സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ നടന്നു പോകുമ്പോൾ കുറേ റെസ്റ്റോറൻറ്റ്സും കാഫേസും ഇപ്പോൾ കുട്ടികൾക്കായാലും ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ടുള്ള കുറേ റെസ്റ്റോറൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ തന്നെ നമുക്ക് കാണാം ഒരു ഷവർമ കിട്ടുന്ന ഒരു പ്ലേസ് കാണാം. പിന്നെ നെക്സ്റ്റ് ഒരു അട്രാക്ഷനിലോട്ട് പോകുന്നതാണ് ഈ ബിൽഡിങ്ങിൻ്റെ കളർ കോമ്പിനേഷൻസും കാര്യങ്ങളും ഡിസൈൻസും ഒക്കെ. ചില ഡോസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അതൊരു മോഡേൺ ആയിട്ടല്ല അവർ ചെയ്തിരിക്കുന്നത്. കുറേയൊക്കെ ട്രഡീഷണൽ അപ്രോച്ചിലും കാര്യങ്ങളിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ വീണ്ടും നമുക്കൊരു ഡിസൈൻ കാണാം, സ്ട്രീറ്റ് ആർട്ട് കാണാം. ഇവരുടെ ഓരോ ലൈറ്റിങ്സ് പോലും കൺസിസ്റ്റൻ്റ്ലി എല്ലാ ബിൽഡിങ്സിലും സെയിം കൈൻഡ് ഓഫ് ആ ലൈറ്റ്സും കാര്യങ്ങളാണ് അവർ കൊടുത്തിരിക്കുന്നത്. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിലൊക്കെ ഒരു പ്രത്യേകമായ ഒരു വൈബും കാര്യങ്ങളും ഇവിടെ കാണാൻ പറ്റും. കാര്യം ഓരോ ബിൽഡിങ്ങിലും ഓരോ ലൈറ്റിംഗ് ഒന്നുമല്ല, ഈ കംപ്ലീറ്റ് സ്ട്രീറ്റ് കൺസിസ്റ്റൻ്റ്ലി അവരൊരു തീം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നല്ല ഒരു വൈബാണ് രാത്രിയിൽ തരുന്നത്. നെക്സ്റ്റ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഷോപ്സും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ കുറേ ആൻറ്റിക് ഷോപ്സുകളുണ്ട്. അതേപോലെ തന്നെ കുറേ സെറാമിക് ഷോപ്സ്, ക്ലേ റിലേറ്റഡ് ഷോപ്സ്, പെർഫ്യൂം ഷോപ്സ്, കാർപ്പറ്റ് ഷോപ്സ്, ഒന്നും പറയണ്ട, കുറേ കാര്യങ്ങളും ഞാൻ കുറേയൊക്കെ മിസ്സായിട്ടുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത്. അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. നമ്മളിപ്പോൾ നടന്ന് ഈ മിന ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു സെൻട്രൽ പോയിൻറ്റിലെത്തി. അവിടെ ഒരു പ്രത്യേകതയുണ്ട്. കാര്യം ഇവർ സീനെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഉള്ളിലേക്കൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലോട്ട് കയറ്റിയിട്ടിട്ടുണ്ട്. അത് നല്ലൊരു രസമാണ്. പ്രത്യേകിച്ച് നമ്മൾ അതിൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ ഒരു കുളം ഫീലായിട്ട് തോന്നും. കുളം മീൻസ് നമ്മൾ അമ്പലക്കുളം പോലത്തെയൊക്കെ നാട്ടിലെ. അപ്പോൾ അതൊരു നല്ല ഫീലാണ്. അതുപോലെ ഇവിടുത്തെ ഒരു സൂപ്പർ വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അവിടെ നമുക്ക് കാണാം ഒരു ക്രൂസ് ഷിപ്പ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലൊരു ടെർമിനലുണ്ട്. നമ്മൾ അതിലേക്ക് വരാം. അതുകൊണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു എന്താ പറയുക അടിപൊളി വ്യൂ ആണ് ടോട്ടലി നമുക്ക് കിട്ടുന്നത്. അതേപോലെ നമ്മുടെ വാക്ക് വേ ഇവിടെ പതുക്കെ സ്റ്റോപ്പാവും. അതിനുശേഷം ഒരു കർവ് എടുത്തിട്ട് ഞാൻ നിൽക്കുന്ന സ്ഥലത്തൂടി കവർ ചെയ്തിട്ട് വേണം അത് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു സെൻട്രൽ സ്ക്വയർ അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റേജ് എന്ന് ഞാൻ പറയുന്നു. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് എല്ലാവരും രണ്ട് സൈഡിൽ നിന്ന് വരുന്ന വിസിറ്റേഴ്സ് എല്ലാവരും മീറ്റ് ചെയ്യുന്ന ഒരു സ്പോട്ടാണ് ഈ കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ വേൾഡ് ഫേമസ് ഫിഷ് മാർക്കറ്റ് കം റെസ്റ്റോറൻ്റ് ആണ്. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ നമുക്ക് തോന്നുന്നത് ഏകദേശം ഒരു മോളിൻ്റെ അകത്തോട്ട് കയറുന്ന പോലെയാണ്. പക്ഷേ ഇത് ആക്ച്വലി ഒരു എന്താ പറയുക ഒരു ഫിഷ് മാർക്കറ്റാണ്.
നല്ലൊരു എന്താ പറയുക വാൾ ഹാങ്ങിങ് ലൈറ്റ്സൊക്കെ നമുക്കിവിടെ കാണാം. ഒരു ടെർക്കോയിസ് കളർ അല്ലെങ്കിൽ ഒരു സീ റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ബ്ലൂ തീമാണ് ഇതിൻ്റെ ഉള്ളിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. പ്രീമിയം ആയിട്ടുള്ള റൗണ്ട് ഷേപ്പിൽ പല കൗണ്ടേഴ്സ് ഇവരിട്ടിട്ടുണ്ട്. അവിടെ ഓരോ ടൈപ്പ് ഫിഷസും കാര്യങ്ങളെല്ലാം നല്ലോണം നീറ്റ്ലി ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കതൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ഒരു മേജർ അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ആ ടോപ്പ് സൈഡിലുള്ള ആ ഒരു ഡിസൈനാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കേ. വാവ്, ഇത്ര അടിപൊളിയാണ് കാണാനായിട്ട്. ഇതൊരു വ്യൂ തന്നെയാണ്. ടൂറിസ്റ്റുകളൊക്കെ കണ്ടാവാനും വന്നത് വിസിറ്റ് ചെയ്ത് കാണുന്നൊരു നെക്സ്റ്റ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ടെർമിനലിൻ്റെ ഭാഗത്തോട്ട് എത്തി ആ റോഡിൻ്റെ ഒക്കെ നടുക്ക് നിന്ന് കാണുന്ന ഒരു വ്യൂ ആണിത്. നമ്മൾ ഈ ഒരു സൈഡിൽ നമുക്ക് ടെർമിനലും ആ ക്രൂസ് ഷിപ്പും കാണാം. അതിൻ്റെ ബാക്കിൽ ആയിട്ട് നമ്മുടെ 974 സ്റ്റേഡിയം കാണാം. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മൾ നടന്നു വന്ന ആ മിനാർ ഡിസ്ട്രിക്റ്റ് ഇപ്പോൾ ഈവനിങ് ഒക്കെ ആയതുകൊണ്ട് അത് ലൈറ്റപ്പായി ലൈറ്റപ്പായിരിക്കുന്നത് നമുക്ക് കാണാം. അതേപോലെ തന്നെ ഒരു ബ്യൂട്ടിഫുൾ സൺസെറ്റ്, അത് ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഞാൻ വന്നതുകൊണ്ട് ഒരു ബ്യൂട്ടിഫുൾ സൺസെറ്റും കാണാൻ പറ്റുന്നുണ്ട് എനിക്ക്. അതേപോലെ നമ്മൾ വീണ്ടും ഈ ഒരു റൈറ്റ് സൈഡിലോട്ട് നമ്മൾ ക്യാമറ ഇങ്ങനെ തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി, ഓക്കെ, ഞാനിങ്ങനെ ഫുൾ ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ നമുക്ക് നമ്മുടെ പഴയ ഖത്തറിലെ പണ്ടത്തെ ആദ്യത്തെ ഇനിഷ്യൽ ടൗൺ വെസ്റ്റ് ബേ അല്ലെങ്കിൽ കോർണിഷ് സൈഡെല്ലാം ലൈറ്റപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ആ ദൂരെ കാണുന്ന കുഞ്ഞു കുഞ്ഞു ബിൽഡിങ്സ് എല്ലാം പുതിയതായിട്ട് വന്ന പേൾ ഐലൻഡ് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെയാണ് നമ്മളിവിടെ കൂടി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, അതൊരു അടിപൊളി വ്യൂ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഈ ഒരു സ്പോട്ടിൽ നിന്ന് നോക്കുമ്പോൾ. അങ്ങനെ നമ്മളുടെ അടുത്ത അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ടെർമിനലും അവിടെ വരുന്ന ക്രൂസ് ഷിപ്പുകളുമാണ്. അത് അടുത്ത് വന്ന് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോഴാണ് ആ ഒരു ക്രൂസിൻ്റെ വലുപ്പവും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. ഇവിടെ ഡെയിലി മിക്ക ദിവസവും രാവിലെ ഒരു ക്രൂസ് ഷിപ്പ് ഇതേപോലെ വരും. അവർ ഈവനിങ്ങിൽ ഡിപ്പാർട്ടാവും. രാവിലെ വന്നു കഴിഞ്ഞാൽ ഗസ്റ്റുകളെല്ലാം അവർ ഡ്രോപ്പ് ചെയ്ത് അവർക്ക് ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങാനുള്ള അവസരമുണ്ട്. ഈ ബാക്കിൽ കാണുന്ന ഒരു ഗോൾഡൻ ബിൽഡിംഗ് ആണ് ആക്ച്വലി ഈ ടെർമിനൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ക്രൂസ് ഷിപ്പ് എല്ലാവരും കയറി അവർ പതുക്കെ ഇവിടെ നിന്ന് വിട്ടുപോകാനുള്ള പരിപാടിയിലാണ്. നമുക്ക് ലാസ്റ്റ് ഇതിൻ്റെ ഒരു വിഷ്വലുണ്ട്. ഇത് ഇവിടെ നിന്ന് ഇത് മൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു വിഷ്വലുണ്ട്. അത് നമുക്ക് ലാസ്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ പതുക്കെ തിരിച്ചു പോവുകയാണ്. നമ്മൾ മിന ഡിസ്ട്രിക്റ്റ് ഫുള്ള് കവർ ചെയ്തു. ഇവിടെ നമുക്കൊരു ഹോട്ടൽ കാണാം, മിന ഹോട്ടൽ. അവിടെ കൂടിയുള്ള ഒരു വാക്ക് വേയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ പതുക്കെ ഇനി തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. റെസ്റ്റോറൻറ്റ്സ് എല്ലാം ഓപ്പണായി ലൈറ്റപ്പായി നല്ല രസമുണ്ട് കാണാൻ രാത്രി ആയപ്പോഴത്തേക്കും. നമുക്ക് അതേപോലെ തന്നെ സ്ട്രീറ്റ്സിൻ്റെ ഉള്ളിലോട്ട് കയറാനുള്ള വഴിയുണ്ട് ഈ റെസ്റ്റോറൻറ്റ്സിൻ്റെ ഇടയിൽ കൂടി. അങ്ങനത്തെ ഒരു വ്യൂ കൂടി ഞാൻ വീണ്ടും ആ പഴയ സ്ട്രീറ്റിലോട്ട് കയറി. വീണ്ടും നമുക്ക് ആ ബ്യൂട്ടിഫുൾ പിക്ചറൊക്കെ കാണാം. ഈ ഒരു പിക്ചറാട്ടോ ഞാൻ തംബ്നെയിലായിട്ട് ഇട്ടിരിക്കുന്നത്. അതുപോലെ പതുക്കെ തിരിച്ചു പോവുകയാണ് ഞാൻ. അതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ വിശേഷങ്ങളും കാര്യങ്ങളും. വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു നമ്മളുടെ ആ ഒരു കപ്പൽ നേരത്തെ മൂവ് ചെയ്ത് തുടങ്ങി. ആ ഒരു പിക്ചറാണ് ഇവിടെ. നമുക്ക് ആ ടെർമിനൽ ഇപ്പോൾ മൊത്തമായിട്ട് ക്ലിയറായിട്ട് കാണാം. അതുപോലെ നോക്കിക്കേ, ആ കപ്പലും പതുക്കെ മൂവ് ചെയ്ത് തുടങ്ങി, അവരും യാത്രയായി.